എല്ലാവർക്കും നമസ്കാരം. Good evening, ladies and gentlemen. In fact, it's a grand evening, something that's going to mark the beginning of grandeur in the days to come. എല്ലാവർക്കും ശ്രീലകം സമർപ്പണ ആഘോഷവേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു. ഏകദേശം നമ്മൾ തുടങ്ങാറുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും ഒന്ന് ഇരിക്കാം. ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ഐശ്വര്യമുള്ള സംഗീതം കേട്ടുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. നാദസ്വര താളങ്ങൾ മേളങ്ങൾ കേട്ടുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. ഇനിയും അങ്ങോട്ട് കലാപരമായിട്ടുള്ള ആഘോഷമാണ്. ആദ്യം തന്നെ നമ്മളൊരു നൃത്തത്തിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അതിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ഓക്യുപ്പൈ ദ സീറ്റ്സ് ആൻഡ് മേക്ക് യുവർ സെൽഫ്സ് കംഫർട്ടബിൾ. ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് മനോഹരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു പ്രൊമൈസസായി ഈ ശ്രീലകം എന്ന ഈ പ്രസ്ഥാനം മാറുന്നതിനായി ഒരുങ്ങുന്നു. തുടക്കം മനോഹരമായാൽ അത് കഴിഞ്ഞാലുള്ള എല്ലാ മുഹൂർത്തവും അതിമനോഹരമായിരിക്കും എന്ന് തന്നെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ വി സേ. So let us do it in the finest way possible. Let us all occupy the seats and let us just settle down, and then we will start off the evening. We will set the ball rolling. This is the request. I'd like to repeat it further. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇരുന്നാലോ? എല്ലാവരും ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു വേദിയായിട്ട് ഇത് കാണുമ്പോഴാണ് നമുക്ക് തുടങ്ങാനുള്ള ഒരു ആവേശം കൂടുന്നത്. Now it seems like we are not ready. Only when you're all seated we get the cue that we are ready to start the celebration.
മനതിൽ ഉറുതി വേണ്ടും വാക്കിനിലേ ഇനിമൈ വേണ്ടും മനതിൽ ഉറുതി വേണ്ടും വാക്കിനിലേ ഇനിമൈ വേണ്ടും நினைவு நல்லது வேண்டும் நினைவு நல்லது வேண்டும் நெருங்கின பொருள் கைப்பட வேண்டும் நினைவு நல்லது வேண்டும் நெருங்கின பொருள் கைப்பட வேண்டும் மனதில் உறுதி வேண்டும் வாக்கினிலே இனிமை வேண்டும். എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വിദ്യാദദാതി വിനയം, വിനയാദദാതി പാത്രതാം, പാത്രത്വാ ധനമാപ്നോതി, ധനാധർമ്മം തതസുഖം. This Sanskrit sloka that delineates how learning ultimately leads to sukham, happiness in the world, perhaps succinctly encapsulates what Srilagam stands for. Srilagam, Lifelong Learning Institute. അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു നൽകുന്നതിനായി ഒരുങ്ങുന്നു. 13 വർഷങ്ങളായി സോപാനം എന്ന പ്രസ്ഥാനത്തിലൂടെ പുതിയ പഠന അനുഭവങ്ങൾ, പുതിയ കാഴ്ചകൾ, പുതിയ രസകരമായ മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 13ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇനിയും ആ ആഘോഷം തുടർന്നു പോകുന്നതിനായി മറ്റൊരു പ്രസ്ഥാനവും കൂടെ ഇവിടെ ഒരുങ്ങുന്നു, മറ്റൊരു സംരംഭവും കൂടെ ഒരുങ്ങുന്നു. ശ്രീലകം, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശ്രീത്വം, ഡിവിനിറ്റി നിൽക്കുന്ന അടങ്ങുന്ന ഒരു പ്രൊമൈസ് എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഡിവിനിറ്റി ലൈസ് where there is constant learning, where there is continuous learning. And I am very certain that all those young souls that I see in front of them are keeping themselves young because they are constantly learning. They have cracked the code to remain young forever. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ this is the magic land that will take you to wonderful worlds. ശ്രീലകത്തിൻ്റെ സമർപ്പണ ആഘോഷ വേദിയിലേക്ക്, ചടങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട്, വാക്കുകളിലൂടെ മാത്രമല്ല ഒരു നൃത്തത്തിലൂടെയും കൂടെ നിങ്ങൾ എല്ലാവരെയും നമുക്ക് സ്വാഗതം ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. സോപാനത്തിലെ നൃത്ത വേദി ഒരുക്കുന്ന കുട്ടികളാണ് സോപാനം ഡാൻസ് സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്നിവിടെ വന്ന് ഏറ്റവും ആദ്യം നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഈ സദസ്സിനെ ഈ ആഘോഷവേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. എന്തൊരു മഹാനുഭാവലു എന്ന ഐക്കോണിക് ആയിട്ടുള്ള കീർത്തനത്തിലാണ് അവരുടെ നൃത്തം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിൽ ദൈവികത നിറയുന്ന എല്ലാ സോൾസിനെയും ഞാൻ വണങ്ങുന്നു എന്ന അർത്ഥം വരുന്ന ആ ഒരു കീർത്തനം തന്നെ തിരഞ്ഞെടുത്തതും ഒരു ഏറ്റവും അനുയോജ്യമായ ഒരു ചോയ്സ് ആയി തന്നെ നമുക്ക് തോന്നുന്നു. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. We will start off with a graceful dance, a welcome dance on stage.
ఎందరో మహానుభావులు ఎందరో మహానుభావులు అందరికీ వందనము ఎందరో మహానుభావులు అందరికీ వందనములు ఎందరో మహానుభావులు చందురువణుని 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 అంద చందమున హృదయ రవిందమున జోజి బ్రహ్మ అరవిందమున జోజి బ్రహ్మానందమను భావించువ ఎందరో మహానుభావులు అందరికీ వందనములు ఎందరో మహానుభావులు సని 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 పాప మా పని సరి గరిరి 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 స గరిరి సని ఎందరో మహానుభావులు పమ పరిరి గరిరి సరి గరిరి సని పని సరి రి గరి సరి మ పని సరి రి మ పని సరి గరిరి గరిరి స సని ప మరి గరిరి సని ఎందరో మహానుభావులు రి మ పని రే మ పని పమరి రి గరి సని ప పని ని స ని ప పని సరి గరి సరి మ పని పరి గరి సరి మ ని పని మ పరి మ పని సరి రి గరి సని ప మ పని ని స రి గరి రి గరి సని సరి స సని ప మ పరి మరి ప మని ప సా ని ప మరి గరి రి సని ఎందరో మహానుభావులు అందరికీ వందనములు ఎందరో మహానుభావులు Thank you. Such elegance and charm brought on stage. I must say the stage is charged up now, all set for the festivities that is to take place this evening. A journey of 1,000 miles begins with one small step, we say. We have the visionary, Professor Dr. C.V. Krishnan here, more fondly known as Krishnatan amongst the loved ones. കൃഷ്ണേട്ടൻ്റെ തുടക്കം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ആ ഒരു that zeal to do something for the academic world that has brought him to where he has come today. So we thought before we move forward, we will just take a look back. We will have a video screened that will delineate, that will map the trajectory of Krishnatan, of Sobanam, and of course, Srilagam. May I invite your attention to the screen, please.
വിദ്യാഭ്യാസം വെറും പുസ്തകങ്ങളിലും ക്ലാസ് മുറികളിലും ഒതുങ്ങുന്നതല്ല. പുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കും അപ്പുറം മറ്റൊരു ലോകമുണ്ട്. വിനോദവും വിദ്യാഭ്യാസവും ഒത്തുചേരുന്ന ഒരു അത്ഭുത ലോകം. ആ ലോകത്തെ നമുക്ക് സോപാനം എന്ന് വിളിക്കാം. അതെ, നമ്മളെല്ലാം കൃഷ്ണേട്ടൻ എന്ന് വിളിക്കുന്ന ഡോക്ടർ CV കൃഷ്ണൻ കെട്ടിപ്പടുത്തിയ ലോകം. ഞാൻ ഭാഗ്യവാനാണ്. ബാല്യകാല ജീവിത ദാരിദ്ര്യം എന്നെ പരിശ്രമശീലനാക്കി. എൻ്റെ എല്ലാ കഴിവുകളും വരുമാനങ്ങളും വിദ്യാഭ്യാസത്തിനായി സന്തോഷപൂർവ്വം നീക്കിവയ്ക്കുവാൻ ഒരു രാസത്വരകമായി പ്രവർത്തിക്കുന്നു. പഠിക്കുവിൻ അടുക്കളക്കാരിമാരമ്മമാരെ, പഠിക്കുവിൻ ഷഷ്ടി പൂർത്തി കഴിഞ്ഞവരെ. ഇതാണ് ശ്രീലകത്തിന്റെ ഉദ്ദേശം. എല്ലാ പ്രായക്കാരും ജീവിതകാലം മുഴുവൻ പഠിക്കുക. ഞാനിവിടെ 1 വർഷമായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്. കുട്ടികളൊക്കെ നല്ലതാണ്. പിന്നെ ഈ സോപാനം ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് കുട്ടികളുടെ കലകളെയൊക്കെ നന്നായി നല്ല രീതിയിൽ വികസിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് ജിബിൻലാൽ. ഞാൻ JK വേൾഡ് ഫെഡറേഷൻ ഇന്ത്യയുടെ ഇൻസ്ട്രക്ടറാണ്. ഏകദേശം ഒരു 8 വർഷക്കാലമായിട്ട് ഞാൻ സോപാനത്തിൽ കരാത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോപാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതിൽ എന്നെക്കുറിച്ചുള്ള എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു കാര്യത്തിനായാലും, ഇപ്പോൾ CMH ആയാലും കൃഷ്ണാണ്ടായാലും ഏത് സമയത്തും നമുക്ക് കരാത്തെ സംബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ആയാലും എല്ലാവിധ സപ്പോർട്ടും നമുക്ക് എല്ലാ സമയത്തും തരാറുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാമ്പായാലും, അതുപോലെ തന്നെ ഗ്രേഡിംഗ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായാലും, ഇവിടുത്തെ ഹോളുകളായാലും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവിധ സപ്പോർട്ടും എല്ലാ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളായാലും, അതായത് അവരുടെ കരാത്തകളിലും ഉന്നമനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സോപാനത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും നമുക്ക് എല്ലാ കാലങ്ങളിലും ചെയ്തു തരാം. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുവാക്കളും കുട്ടികൾക്കുമൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഒത്തുചേരുവാനും പരസ്പരം ആശയവിനിമയം നടത്തുവാനുമുള്ള ഇടങ്ങളില്ലാതായി എന്നുള്ളതാണ്. നമുക്കറിയാം, അമ്പലപ്പറമ്പുകളും പള്ളിപ്പറമ്പുകളുമൊക്കെ ഈ ഒത്തുചേരലിൽ നിന്നും അന്യം നിന്ന് പോയി കഴിഞ്ഞു. മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഒഴിപ്പറമ്പുകൾ, പണ്ട് ഒഴിയിടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതെല്ലാം വലിയ കോട്ട പോലത്തെ മതിലുകൾ കെട്ടി ഗേറ്റ് വെച്ച് അടച്ച് ഭദ്രമാക്കി. അപ്പോൾ ഈ ഇടങ്ങൾക്കാണ് ഇന്ന് ഏറ്റവും വലിയ ദൗർലഭ്യം അനുഭവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സോപാനം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററിൻ്റെ പ്രസക്തി നമുക്ക് കാണുന്നത്. ഈ നാട്ടിലുള്ള എല്ലാ കുട്ടികളും, വിവിധ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക തലത്തിലുള്ള എല്ലാ കുട്ടികളും, സ്ത്രീകളും, യുവാക്കളുമൊക്കെ ഈ സോപാനത്തിലെത്തുന്നു, ഒത്തുചേരുന്നു, അവരുടെ ആശയങ്ങൾ പരസ്പരം കൈമാറുന്നു. അത്തരമൊരു ജൈവികമായിട്ടുള്ള ഒരു ആശയവിനിമയമാണ് ഈ സോപാനത്തിൽ നടക്കുന്നത്. ഞാൻ സോപാനായിട്ട് ഇടപഴകുന്നത് 2010-ലാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ആളാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ നമുക്ക് കൃഷ്ണേട്ടനെയോ നളിനേച്ചിനോ അല്ലെങ്കിൽ ഈ സ്ഥാപനം എന്താണെന്നോ നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഇവിടെ വോളണ്ടിയറായിട്ട് നിന്നു. അതിനുശേഷമാണ് കൃഷ്ണേട്ടൻ്റെയും നളിനേച്ചിയുടെയും സ്വപ്നങ്ങളും കാഴ്ചപ്പാടും നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മളിതുവരെ കാണാത്ത ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും അതിനോടൊരു അട്രാക്ഷനായി. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ നമ്മളും ഒരു ഭാഗമാണ്. നമ്മളെയും കൂടി അദ്ദേഹം ചേർക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു യാത്രയായിരുന്നു നീണ്ട ഒരു 13 വർഷമായിട്ട്. അതിൽ പിന്നെ ഇവിടുത്തെ മാനേജറും കൂടി ആയിട്ടുള്ള സീമ ചേച്ചി നമുക്കെല്ലാ സഹായങ്ങളും ചെയ്തു തരും. അപ്പോൾ നമ്മളാളുടെ ഒരു വോളണ്ടിയറായിട്ടും ആളെ സഹായിച്ചും കൃഷ്ണേട്ടൻ്റെയും നളിനേച്ചിയുടെയും സ്വപ്നങ്ങൾ ഇങ്ങനെ ചെയ്തു വരുന്നു. ഈ ലോകത്ത് പുസ്തകങ്ങൾക്കൊപ്പം മനുഷ്യനുണ്ട്, ജീവിതമുണ്ട്, കഥകളുണ്ട്, കലയുണ്ട്, സംഗീതമുണ്ട്, സൗഹൃദമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും കുസൃതിക്കൂട്ടങ്ങൾക്കും പ്രായഭേദമന്യേ ഒത്തുചേരാൻ ഒരിടം.
2013 മുതൽ ഇവിടെ വയലിൻ അധ്യാപകനായിട്ട് തുടരുന്നു. പഠിക്കുന്നവരൊക്കെ നല്ല ഉത്സാഹത്തോടു കൂടിയാണ്, എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ഇവിടെ. പിന്നെ സോപാനത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും പാട്ടുണ്ട്, വയലിൻ, ഡ്രോയിങ്, അങ്ങനെ. പിന്നെ ഇവിടെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഭംഗിയുള്ള സ്ഥലം, നമുക്ക് ക്ലാസ് എടുക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റും പഠിക്കാനും അങ്ങനെയൊക്കെ. എന്തായാലും വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ ഇവിടുത്തെ കാര്യം. എൻ്റെ പേര് രജിത. ഇവിടെ 1 വർഷത്തിന് മേലെയായി ചിത്രരചന പഠിപ്പിക്കുന്ന ടീച്ചറാണ്. പിന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനും എല്ലാം നല്ലൊരു സ്ഥാപനമാണ് സോപാനം എന്ന് പറയുന്നത്. പിന്നെ എല്ലാം കളിക്കാനും കുട്ടികൾക്ക് അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ സോപാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ചിത്രരചനയെ കുറിച്ചിട്ടാണെങ്കിൽ പറയുകയാണെങ്കിൽ എല്ലാവരും തുടക്കം തന്നെ നല്ല കുട്ടികളാണ് ഇപ്പോൾ വരയ്ക്കാനൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അവരൊക്കെ നന്നായിട്ട് വരയ്ക്കുന്നുമുണ്ട്. സോപാനത്തിൽ ഇവിടെ സെക്യൂറായിട്ട് ഇവിടെ പഠിക്കാനുള്ളൊരു സൗകര്യമുണ്ട് ഇവിടെ വന്നിട്ട്. എൻ്റെ പേര് നാരായണ മേനോൻ, യോഗ ടീച്ചറാണ് ഇവിടെ സോപാനത്തിൽ. സോപാനം പലതരം ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നുണ്ട്. യോഗയിൽ കൂടെ തന്നെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, കരാത്തെ ക്ലാസ് ഉണ്ട്. എല്ലാ പ്രായക്കാർക്കും വരാനും പോകാനും നേരം ചെലവഴിക്കാനുമുള്ള നല്ലൊരു അന്തരീക്ഷമാണ് സോപാനം. ഈ സോപാനം മൂലം ഇന്ന് ഈ സറൗണ്ടിങ്സുള്ള ആളുകൾക്കൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തനിയെ വീട്ടിലിരുന്ന് മുഷിയാതെ സോപാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കളികൾ കാണാം. അങ്ങനെ പല കാര്യത്തിലുള്ള ആക്ടിവിറ്റീസും സോപാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഹായ്, എൻ്റെ പേര് ശ്രീഹരി. ഞാൻ ഒരു പ്രൊഫഷണൽ സൂംബ ഇൻസ്ട്രക്ടറാണ്. ഞാൻ ഇവിടെ സോപാനത്തിൽ 8 മാസമായിട്ട് ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഏജ് ലിമിറ്റൊന്നും നോക്കാണ്ട് എല്ലാ ഏജിലുള്ള ലേഡീസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് സോപാനത്തിൽ നിന്ന് ഭയങ്കര നല്ല സപ്പോർട്ടാണ് തരുന്നത്. സോപാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. കാരണം വിനോദാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊരു തീമിൽ ഊന്നിക്കൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള വലിയൊരു പദ്ധതിയാണ് കൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം നാടക റൈറ്ററാണ്. ഇവിടെ കഴിഞ്ഞ 13 വർഷമായിട്ട് 13ാമത്തെ വാർഷികമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 6 വർഷങ്ങളിലായിട്ട് ഞാൻ സ്വന്തമായിട്ട് എഴുതിയ സ്വതന്ത്രമായിട്ടുള്ള നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് നാടകം എഴുതുന്നത് സോപാനത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ കുറച്ച് ഇവിടെ അടുത്തുള്ള സ്കൂളിലൊപ്പം പഠിച്ചിരുന്ന സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് മുമ്പ് നാടകങ്ങളുണ്ടായി. പിന്നീട് തുടർന്ന് സ്വതന്ത്രമായ നാടകങ്ങൾ ഉണ്ടാക്കേണ്ട ഭാഗമായിട്ട് ഞാൻ എഴുതിയ നാടകങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ ഒരു 6 നാടകങ്ങളോളം ഇവിടെ എൻ്റെ എഴുതിയ നാടകങ്ങൾ കളിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ്. ഇവിടെ നിന്നാണ് ആ നാടകത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു സ്പേസ് കിട്ടാനുള്ള കാരണം. അതുകൊണ്ട് സോപാനത്തിനോടും കൃഷ്ണ സാറിനോടും പിന്നെ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള എല്ലാ ആളുകളോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ ഈ സോപാനത്തിൽ വരുന്നൊരു ആളാണ്. നമ്മുടെ ആ ബാല്യം അല്ലെങ്കിൽ കൗമാര പ്രായങ്ങൾക്കൊക്കെ ശേഷം കുടുംബം മറ്റുള്ള കാര്യങ്ങളെ വെച്ച് കലാപരമായി മറ്റുള്ള കാര്യങ്ങളൊക്കെയായി നമ്മൾ അതിൽ നിന്നൊക്കെ പിന്നിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ സോപാനം എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ വീണ്ടും തിരിച്ചു കിട്ടിയൊരു അനുഭവമാണ് എനിക്കുള്ളത്.
എനിക്ക് സോപാനമായിട്ട് 13 വർഷത്തെ ബന്ധമുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഞാനൊരു നർത്തകി ആയതുകൊണ്ട്, ഞാനൊരു ഡാൻസർ ആയതുകൊണ്ട് കൂടുതലും കലാ സൈഡായിട്ടാണ് കൂടുതലും എനിക്ക് ബന്ധമുള്ളത്. ഡാൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏർലി മാൻ പീരീഡ് എന്ന് പറയുമ്പോൾ സ്റ്റോൺ ഏജ് തൊട്ട് നമുക്കറിയാം ഡാൻസ് ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സന്തോഷം പ്രകടിപ്പിക്കാനുള്ളൊരു വഴി കൂടിയാണ് ഡാൻസ്. ഡാൻസ് എന്നല്ല, ഏതൊരു ആർട്ടായാലും നമ്മളെ സന്തോഷം പ്രകടിപ്പിക്കാനുള്ളൊരു വഴിയാണ്. അത് നമുക്ക് ശരിക്കും സോപാനത്തിൽ നല്ലോണം കാണാൻ പറ്റും. കാരണം ഓരോ ആനുവൽ ഡേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. LKG UKG കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാരും. അതും മുതിർന്ന ആൾക്കാർ തിരുവാതിരക്കളിയിലേക്കൊന്നും മാറി നിൽക്കാതെ പലതരത്തിലുള്ള ഡാൻസും പലതും ട്രൈ ചെയ്യാൻ ആൾക്കാർ റെഡിയാണ്. ഇവിടുത്തെ സ്ഥലം അത്രയും ഓപ്പൺ ആണ്. നമുക്ക് എന്തും എക്സ്പ്ലോർ ചെയ്യാനും പലതരത്തിലുള്ള എക്സ്പീരിയൻസ് കിട്ടാനും ഒക്കെ നല്ലൊരു വേദിയാണ് സോപാനം. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഒരു ശാസ്ത്ര ഗവേഷകനെന്നും മികച്ച അധ്യാപകനെന്നും ഖ്യാതി നേടിയ ഡോക്ടർ CV കൃഷ്ണൻ ഈ നാടിന് നൽകിയ സമ്മാനം. അറിവിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രകാശത്തിലേക്ക് വിനോദത്തിന്റെ ചവിട്ടുപടികളിലൂടെ സഞ്ചരിക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച ഈ കലാ സാംസ്കാരിക കേന്ദ്രം ഇന്ന് 13 വർഷങ്ങൾ പിന്നിടുകയാണ്. വിജ്ഞാനത്തോടൊപ്പം വിനോദവും ചേർന്നുകൊണ്ടുള്ള സോപാനത്തിന്റെ ലാഭേച്ഛയില്ലാത്ത പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസം ഒരു കച്ചവടമായി തീരുന്ന ഇക്കാലത്ത് വളരെ പ്രസക്തമാകുന്നു. സോപാനത്തിന്റെ തുടർച്ചയെന്നവണ്ണം വിദ്യാഭ്യാസ ശാസ്ത്ര രംഗങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തി നമ്മുടെ നാടിന് മുതൽക്കൂട്ടാകുക എന്ന ലക്ഷ്യത്തോടെ ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ വിവിധ വിഷയങ്ങൾ പഠിക്കാനും പരിശീലിക്കാനുമുള്ള അവസരമൊരുക്കുന്ന ശാസ്ത്ര സാംസ്കാരിക വിനോദ കേന്ദ്രമായ ശ്രീലകത്തിന് സോപാനം നന്ദി കുറിക്കുകയാണ്. 1984 ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ചെറിയ തോതിൽ എല്ലാ പ്രായക്കാർക്കും കളിക്കാനും പഠിക്കാനുള്ള ഒരു സ്ഥാപനം ഉണ്ടാവണം എന്നുള്ളൊരു മോഹം മനസ്സിൽ ഉണ്ടായത്. അതിനുശേഷം 2008 പണി തുടങ്ങിയ സ്ഥലത്ത് 2010 കൂടി പണി തീർത്ത് സോപാനം എന്ന പേരിട്ട്, സോപാനം എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ഡിവിനിറ്റി, അതായത് ഏത് അമ്പലത്തിലും ദൈവത്തിൻ്റെ ശ്രീലകത്തേക്ക് കടക്കാനുള്ള വഴിയാണ് സോപാനം. ആ പേര് തന്നെ ഇട്ട് പല വിദ്യാഭ്യാസ കാര്യങ്ങളായിട്ട് തുടങ്ങി കളിക്കാനും കുട്ടികൾക്കും എന്നല്ല എല്ലാ പ്രായക്കാർക്കും കളിക്കാനും പഠിക്കാനുള്ളൊരു ചെറിയ സ്ഥാപനം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അവിടെ പല വിധത്തിലുള്ള കളികളും പഠിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം കുറവാണ്. അതുകൊണ്ട് പിന്നീടുള്ള ആശയം കുറച്ചുകൂടി വിപുലമായ തോതിൽ ഒരു സ്ഥാപനം വേണം എന്നുള്ള മനസ്സിലുണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ശ്രീലകം ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ജീവിതകാലം കളിച്ച് പഠിക്കാനുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള ആശയം ഉദിച്ചതും 2019 പണി തുടങ്ങിയതാണ്. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ആഗസ്റ്റ് 11 തൊട്ട് 11, 12, 13, 14 തീയതികളിലായിട്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. 15-ാം തീയതി സോപാനത്തിൻ്റെ 13ാം ആനിവേഴ്സറിയും. അതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളുടെ ഭാവി നമ്മളുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളതാണ്. ആ നമ്മളുടെ ഭാവി നമ്മളുടെ കയ്യിൽ തന്നെ വളർന്നു വരണമെങ്കിൽ വിദ്യാഭ്യാസമാണ് അതിനാവശ്യം. അപ്പോൾ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളും എല്ലാ പ്രായക്കാരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേകിച്ചും ടീച്ചർമാർക്കോ വേറെ എന്തെങ്കിലും കലകൾ പഠിക്കുന്നവർക്കോ ഒരാഴ്ചയോ 2 ദിവസമോ 3 ദിവസമോ താമസിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അവർ തമ്മിലുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം, അത് ഒരു ദിവസത്തെ പരിപാടിയായി നടക്കില്ല. അതുകൊണ്ടാണ് ഈ പുതിയ സ്ഥാപനത്തിൻ്റെ ശ്രീലകത്തിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളും ആവശ്യമുണ്ട്. അത് വളരെ ഫലപ്രദമായി മുമ്പാക്കാൻ പോകുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. എനിക്ക് വയസ്സ് 85 കഴിഞ്ഞു. ഇനിയുള്ള അടുത്ത തലമുറയെ ഏൽപ്പിക്കണമെന്നുള്ളൊരു മോഹം ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. അതും സബലീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പോകാതെ നിന്ന നിൽപ്പിൽ സ്വയം പൊങ്ങുന്ന വൃക്ഷമേ നിന്റെ ലോകം എന്റെയും ലോകം.
that, ladies and gentlemen, is the incredible journey that God televised on the screen. We recognize that every human mind has the curiosity, has the wonder, the childlike wonder in it. The goal is to ignite that spark, flame it, and let it burn bright. So we will take that metaphor forward. ഇന്നത്തെ സമർപ്പണ ചടങ്ങ് നിലവിളക്ക് തെളിയിച്ചുകൊണ്ടാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. നിലവിളക്കുകൾ തെളിയിക്കുന്നതിനായി നമ്മൾ നേരത്തെ തുടങ്ങിയത് തന്നെ മഹാനു ഭാവുലു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മഹത് അനുഭവങ്ങളുള്ള വ്യക്തികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിലവിളക്ക് തെളിയിക്കുന്നതിനായി ഒരുങ്ങുന്നു. നമ്മുടെ മുഖ്യാതിഥികളായി ഒരുപാട് പ്രിയപ്പെട്ടവരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ദി ഓണറബിൾ മേയർ ഓഫ് തൃശ്ശൂർ ശ്രീ M.K. വർഗീസ്. നമസ്കാരം സർ. നിലവിളക്ക് തെളിയിക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വി വിൽ സ്റ്റാർട്ട് ഓഫ് ഫ്രം ABCDE. എന്തായാലും ദിസ് ഇസ് ദി A, the beginning of Srilagam. We will have the letters of alphabet itself. The Honorable Mayor, hearty welcome to you, sir. Joining him is the erudite Professor Tembe. Hearty welcome to you, Professor. We request you to join the Honorable Mayor in lighting the lamp. Srimati Savitri Narayanan Chittur, Srimati Mini Krishnan, Mrs. Claudin, Ms. Manasi, Mr. David. We would request you all to assemble in front of the lamp. Which side are we going to start? From the center we will start. So we would request all of you to stay back. നമ്മളെല്ലാം ഇൻ സിങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. 5 വിളക്കും ഒരേ സമയം തെളിയിക്കുന്നതിലും ഒരു ആ അലൈൻമെന്റ് കാണുന്നതിലും ആസ്വദിക്കുന്നതിലും ഒക്കെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഓണറബിൾ മേയർ, വി റിക്വസ്റ്റ് യു ടു ജോയിൻ us for the lamp lighting. ഇനി അടുത്ത വിളക്ക് തെളിയിക്കുന്നതിനായി ക്ഷണിക്കുന്ന വ്യക്തിത്വങ്ങളാണ് മിസ്റ്റർ ശ്രീഹരി, ശ്രീ നാരായണ മേനോൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്സസ് സുജിഷ കള്ളിയത്ത്, പഞ്ചായത്ത് മെമ്പർ മിസ് ധന്യ സുനിൽ, പിന്നെ നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട പത്മശ്രീ കുട്ടന്മാരാർ, സ്വാഗതം, ശ്രീ പി അരവിന്ദൻ ആൻഡ് ശ്രീ രാജീവ്. യെസ്. ഇനി അടുത്ത വിളക്കിനായിട്ടുള്ള വ്യക്തികളെ ക്ഷണിക്കാനായി ഒരുങ്ങുന്നു. നെക്സ്റ്റ് മേ വി ഹാവ് ശ്രീ ഈശ്വർ ജി, മിസ് സീമ മേനോൻ, ഡോക്ടർ അജയ്, മിസ്റ്റർ ജിനേഷ് അത്ര, ശ്രീ സി വിജയൻ, ശ്രീ രാമൻ ചിറക്കൽ, ശ്രീ ജയൻ കൃഷ്ണൻ. വെൽക്കം. ഇനി അടുത്ത തിരുനാളങ്ങൾ തെളിക്കുന്നതിനായി ക്ഷണിക്കുന്ന വ്യക്തികൾ ശ്രീ PM ശങ്കരൻ, ശ്രീ V രവി, ഡോക്ടർ കുമാർ, ശ്രീ P വിജയൻ, ശ്രീ മുരളീധര കൈമൾ, ശ്രീ വിജയൻ കാളത്ത്, ശ്രീ P രാജൻ. വീണ്ടും അവിടെയും ആ ഒരു വിളക്കം കൂടെ തെളിയിക്കുന്നതിനായി ക്ഷണിക്കുന്ന വ്യക്തികൾ ശ്രീ അഷ്ടമൂർത്തി, മിസ്റ്റർ മോഹൻ, ശ്രീ കൃഷ്ണദാസ്, ശ്രീ KK സുരേഷ്, ശ്രീ ബാബു, മിസ്റ്റർ ഷിയാസ്, and of course the man himself and his better half, Shri CV Krishnan and Srimati Nalini Krishnan together. Once we are all assembled, we will have our violinist who will give the apt ambience for the lighting of the lamp. He is also a violin tutor at Sopanam. Mr. Priyan will provide the accompaniment.
One of the most commonly used metaphors is the metaphor of light as knowledge. May we continue to spread joy by disseminating knowledge. And here we go. May we request you to light the lamp and officiate. Srilagam has been officially inaugurated. That is exactly what we intend to do. Logam മുഴുവൻ സുഖം പകരുന്ന സ്നേഹദീപം. ആ സ്നേഹദീപം, ആ ദിവ്യത്വം, ആ ഒരു സേക്രഡ്നെസ് നമ്മുടെ മനസ്സുകളിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. And I believe we are ready to have the formal ceremony on stage. The stage is set. വേദിയിലേക്ക് മുഖ്യാതിഥികളെ ക്ഷണിച്ചു തുടങ്ങുകയാണ്. One of the most powerful mediums on earth is the human mind. മനുഷ്യന്റെ മനസ്സിനാണ് ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സിന് വിജ്ഞാനം വിനോദത്തിൽ പകർന്നു നൽകുമ്പോൾ ആ വിജ്ഞാനത്തിനും ആ ശാസ്ത്രത്തിനും ആ വിദ്യയ്ക്കും ആ ശക്തിയും കഴിവും കൂടും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി വേദിയിലേക്ക് വിശിഷ്ടാതിഥികളെ, മുഖ്യാതിഥികളെ ക്ഷണിച്ചു തുടങ്ങുകയാണ്. ഏറ്റവും ആദ്യം ഇന്നത്തെ ഈ വേദിയുടെ ആഘോഷ ചടങ്ങിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് is the stalwart himself, the founder and managing trustee. Let's have Professor Dr. C.V. Krishnan onto the stage
I request you, sir, to escort our distinguished guest, Professor Balachandra Tempe, who's here to officially inaugurate our guest of honor, Honorable Mayor of Thrissur, Sri M.K. Verghese. Heartiest welcome to our beloved guests. Welcome. And an artist par excellence, പെരുവനം എന്ന പ്രദേശത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ. സ്വാഗതം സർ. ശ്രീ അജയകുമാർ, ട്രസ്റ്റി, ചെറുപ്പ പഞ്ചായത്ത് പ്രസിഡന്റ്, വളരെ എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള ശ്രീമതി സുജിഷ കള്ളിയത്ത്, and the very diligent ward member Srimati Dhanya Sunil, and of course the trustees who are the pillars of strength and support for Krishnatan, Sri Jaya Krishnan, Mrs. Nalini Krishnan, Miss Mini Krishnan. We welcome the beloved. Today we term you as trustees. Official capacities il thanne vilikana velilekku. Please join us on stage. നമ്മൾ പൊതുവെ പറയാറുണ്ട്, in the eyes of a child there are no 7 wonders of the world, there are 7 million of them. As we grow, we start looking into the world differently. അത് മാറി ചെറിയ കുട്ടികളുടെ കണ്ണിലൂടെ ഈ ലോകം കാണുമ്പോഴാണ് ഈ ലോകത്തിലെ മനോഹാരിതയും സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. ആ ലോകമാണ് ശ്രീലകം തുറന്ന് നൽകുന്നത്. തൃശ്ശൂർ ലേണിംഗ് സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യവും കൂടെ ഉള്ളപ്പോൾ ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഈ ഒരു സംരംഭത്തിൻ്റെ പ്രസക്തി ഏറി കൂടുന്നു എന്നും കൂടെ പറയുന്നു. We believe our distinguished acclaimed guests have all joined us on stage, and now we will start off with an invocation and we'll be led in prayer by Miss Mihira Narayanan. പ്രാർത്ഥനയ്ക്കായി മിഹിരയെ ക്ഷണിക്കുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. Thank you, Ms. Mihira. It was a very soulful rendering.
പ്രാർത്ഥന കഴിഞ്ഞ് കൈയടിക്കാൻ നമുക്ക് തോന്നിയെങ്കിൽ അത്രയും സുന്ദരമായിട്ട് ആ കുട്ടി പാടിയത് കൊണ്ടാണത്. താങ്ക് യു മെഹിര. ആൻഡ് നൗ ടു ഡെലിവർ ദി വെൽക്കം നോട്ട്. We usually consider the world of business as dreary and dry, but we find business persons and entrepreneurs who are rewriting that stereotype. We have an entrepreneur of eminence who is a thorough champion of the arts and letters. He is one of the managing partners of the Forest Group, a meticulous organizer and a true connoisseur of art, one of the trustees of Srilagam, Mr. Rajiv Menon. May I request you to welcome the gathering, sir. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, 13 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ സി വി കൃഷ്ണൻ എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന കൃഷ്ണേട്ടൻ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ഒരു വലിയ പ്ലോട്ട് വാങ്ങിച്ച് അതിലൊരു 30,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന സോപാനം എന്നൊരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കി. അന്ന് നമ്മളിൽ പലരും നമ്മളുടെ പുരികം ചൊളിച്ചു, നെറ്റി ചൊളിച്ചു. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, വിദേശത്ത് ഒരുപാട് കാലം ബുദ്ധിമുട്ടി അധ്വാനിച്ച് ഒരുപാട് പൈസയൊക്കെ സമ്പാദിച്ചു ഇവിടെ നാട്ടിൽ തിരിച്ചു വന്ന് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ ഒരു റിസോർട്ടോ ഒന്നും പണിയാതെ ഒരു വലിയ ബിൽഡിംഗ് പണിതൊരു നാട്ടുകാർക്ക് സമർപ്പിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, നമുക്കതിൻ്റെ പിന്നിലുള്ള ആശയം വ്യക്തമായിരുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഒരു ഗ്രാമത്തിൽ? ഈ 2 കാരണങ്ങളായിരുന്നു നമ്മളെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത്. എന്നാൽ വർഷങ്ങൾ കടന്നു പോയപ്പോൾ നമുക്ക് സോപാനം എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രസക്തി പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങി. ഞാൻ നേരത്തെ ആ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ക്ഷാമം അനുഭവിക്കുന്നത് ഒഴിഞ്ഞ ഇടങ്ങൾക്കാണ്. സ്പേസിൻ്റെ അവൈലബിലിറ്റി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു 70കളിലും 80കളിലുമൊക്കെ വരെ നമുക്ക് ഒരുപാട് ഇടങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കുമൊക്കെ ഒത്തുകൂടാനും ആശയവിനിമയത്തിനുമൊക്കെ ഒരുപാട് ഇടങ്ങൾ അന്ന് അവൈലബിൾ ആയിരുന്നു. അമ്പലപ്പറമ്പുകളും പള്ളിപ്പറമ്പുകളുമൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് വരെ നമുക്കുണ്ടായിരുന്നു, കളിക്കാനും ചിരിക്കാനുമൊക്കെ. അതുകൂടാതെ ഒരുപാട് വെളിമ്പറമ്പുകൾ, ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ നമുക്ക് അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. ക്ഷേത്രങ്ങളും പള്ളികളുമൊക്കെ ആരാധനാലയങ്ങളെല്ലാം തന്നെ ക്ഷേത്ര ദർശന സമയം കഴിഞ്ഞാൽ പൂട്ടിവെക്കുകയാണ്. അതുപോലെ തന്നെ ഒഴിഞ്ഞ പറമ്പുകളെല്ലാം 5 സെൻറ്റും 10 സെൻറ്റുമായി തിരിച്ച് മതിൽ കെട്ടി ഗേറ്റ് വെച്ച് പൂട്ടി, അതും സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഇടങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് സോപാനം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഇന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാ കുട്ടികളും ചെറുപ്പക്കാരും സ്ത്രീകളും എല്ലാം സോപാനം വളരെ ഭംഗിയായി യൂട്ടിലൈസ് ചെയ്യുന്നു. അവരുടെ സർഗവാസനകളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുമൊക്കെ സോപാനം വളരെ ഭംഗിയായി ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വീണ്ടും 13 വർഷത്തിന് ശേഷം കൃഷ്ണേട്ടൻ നമ്മളെയൊക്കെ വീണ്ടും ചിന്തിപ്പിക്കുകയാണ്, വീണ്ടും നമ്മളെ ഞെട്ടിക്കുകയാണ്. ഇതുപോലെ 55,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം പണിതിട്ടുകൊണ്ട് അതിന് കൃഷ്ണേട്ടൻ രൂപം കൊടുത്തിരിക്കുന്നത് ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. വീണ്ടും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്, എന്താണ് ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ആവശ്യം എന്നുള്ളത്. തീർച്ചയായും വരാൻ പോകുന്ന കാലങ്ങളിൽ നമ്മൾ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കാലത്തിന് മുന്നേ നടന്നു പോകുന്ന കൃഷ്ണേട്ടനെ, ഡോക്ടർ സി വി കൃഷ്ണനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ബിൽഡിംഗ് നാടിന് വേണ്ടി സമർപ്പിക്കുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത് കൃഷ്ണേട്ടൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഡോക്ടർ തെമ്പയാണ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽ നോക്കിയപ്പോൾ അത് പറയണമെങ്കിൽ മിനിമം ഒരു മണിക്കൂർ പിടിക്കും. അത്രയ്ക്കധികം ക്രെഡൻഷ്യൽസ് ഉള്ള ഒരാളാണ് ഡോക്ടർ തെമ്പെ. അദ്ദേഹം ഇപ്പോൾ IIT ധാർവാഡിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ തെമ്പെ. നമുക്കറിയാം, തൃശ്ശൂരിനെ ലേണിംഗ് സിറ്റി ആയിട്ട് യുനെസ്കോ ഇന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്.
അത് തൃശ്ശൂരിൻ്റെ മേയർ ശ്രീ വർഗീസ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ പെരുവനംകുട്ടന്മാരാർ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ചടങ്ങുകളിലും നിത്യസാന്നിധ്യമായ 13 വർഷമായി സോപാനത്തിൻ്റെ എല്ലാ ചടങ്ങുകളിലും നിത്യസാന്നിധ്യമായ ശ്രീ പെരുവനംകുട്ടന്മാരാരെ കുട്ടേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ, ഈ വാർഡിനെ പഞ്ചായത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീമതി ധന്യ സുനിലാണ്. ധന്യയെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശ്രീലകം എന്ന് പറയുന്ന ഈ ഫെസിലിറ്റിയുടെ ഭാവി പരിപാടികളെക്കുറിച്ച് നമുക്ക് ഇവിടെ സംസാരിക്കുന്നത് ഈ സോപാനം ട്രസ്റ്റിൻ്റെയും ശ്രീലകത്തിൻ്റെയും ട്രസ്റ്റ് കൂടിയായ ശ്രീ അജയ്യ കുമാറാണ്. അജയനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. And my welcome speech, it would be incomplete if I did not mention certain names in the stage, without whose support Krishnatan would not have been done all these things for our village. They are no one but Mrs. Nalini Krishnan, his better half, is always with him in all the areas of his work. And Mini, Krishnatan's daughter, and Mr. Jayan, his son. ഒരിക്കൽ കൂടി ഇവിടെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. തിരിച്ചും ഒരു ഊഷ്മളമായ സ്വാഗതം രാജീവ് സാറിനും കൂടെ നൽകുന്നു. ഇനി അധ്യക്ഷ പ്രസംഗമാണ്. നേരത്തെ രാജീവേട്ടൻ പറഞ്ഞ അതേ വാക്കുകൾ ഞാനും കടമെടുക്കുന്നു. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സായാഹ്നം മുഴുവനും അദ്ദേഹം കടന്നു വന്ന യാത്രയിലെ മൈൽക്കല്ലുകൾ എനിക്ക് പറയേണ്ടിയുണ്ടാവും. വിദ്യാഭ്യാസ വിചക്ഷണൻ, വിദ്യാഭ്യാസ രംഗത്തെ സമാനതകളില്ലാത്ത തലങ്ങൾ സൃഷ്ടിച്ച വ്യക്തി, someone who possesses an unparalleled zest for knowledge and the dissemination of it. US, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സമാനതകളില്ലാത്ത മാറ്റങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച ഒരു വ്യക്തി. US പ്രസിഡൻഷ്യൽ പുരസ്കാരം ഉൾപ്പെടെ എക്സലൻസ് ഇൻ സയൻസ് ആൻഡ് മാത്സ് ടീച്ചിങ് എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അധ്യാപനത്തിൽ പരമോന്നത പുരസ്കാരം ഉൾപ്പെടെ കരസ്ഥമാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. അതിനേക്കാളൊക്കെ ഒരുപാട് പുതുതലമുറകൾക്ക് സയൻറ്റിഫിക് ഡോർസ് തുറന്നു നൽകിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് പഠനം അനായാസമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുരു എന്ന നിലയ്ക്കും അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. Ladies and gentlemen, with greatest joy and delight, may I invite a teacher, academician extraordinaire, Cherakal V. Krishnan, for the presidential address of the evening. Namaste, sir, and welcome. Good evening, everyone. I apologize for speaking in English, but I am speaking in the mother tongue of my children, English. They were born and brought up in USA. So also my chief guest, he may know a few Malayalam words only. First, I want to apologize to our invocation dance students. They proved to us the first ambition of Sri Lankan, problem solvers. They were given the challenge to adapt their dance, Endaro Mahanubhava, to the limited space of this stage. I must say that was encroached by superstar Stephen Davis's performance group there. I don't blame them, but I am proud that our 9 dancers of Sopanam
outdid it, outsmarted it, solved the problem, and did a wonderful sentence. So I want to thank those 9 dancers and apologize for any inconvenience they had. Being a new facility, there will be always some problems for 1 or 2 years. But I'm sure if what the dance group has done is an indication of what is going to happen, I can die peacefully. Now let me go into the main stage. I am accustomed to speaking 3 or 4 hours in science, but not like politicians. But anyway, good evening, everyone. In order to cut short, and because of my age, I am reading it to some extent. I wrote this today morning, early around 2:45, so there are some incoherent messages. Apologies for that. I am thrilled to be here today. It is the culmination of a lot of hard work by a lot of people, and we are grateful to all of them. I also want to especially remember our late engineer, Narayanangutti, who left us for a better world. His constant supervision was a benevolent force behind this Srilagam. My special thanks to architect Ramesh Warrier, our structural engineer Prahladan sir, our builder Olivia Projects Shiju Mohan, our forest builders partners Rajan and Rajiv, and Sanjeevani Samiti's Shankarji. My immeasurable thanks to Parai Vijayan. Parai Vijayan, please stand up. Who did a Herculean job at the beginning and the last 3 months for almost 20 hours a day. I take my hats off to you. He made it very pleasing to all of us. Without his help, it would have been impossible to have this final product. Thank you all for a Herculean job well done. I also want to convey my deepest feelings to my wife Nalini, my daughter Minnie, my son Jain and his family. My 3 other brothers, my sister and their children are all educators and believe in hard work. Our family has produced teachers, a headmaster, principals, a medical doctor, and 5 professors, along with financial executives and auditing global partners, serving Kerala, serving Canada, and serving United States of America. And I'm proud to be associated or being a part of their family. We want Srilagam to represent us and produce outstanding scholars, critical thinkers, and problem solvers, just as you saw the 9 dancers did, as well as lifelong learners. We also want to attempt to nurture more of Professor Tembe in our backyard. I'm also proud to introduce my brother who is sitting there. Please stand up. Dr. Chirakal Raman, who is a better scientist than me. He has done a lot of research on radioactive tracers for medical applications, especially PET scanning spectroscopy. And I am proud to be his brother, and I am his elder brother. He has also in his family, which I couldn't do it, a teacher, a principal, and an educator, and a computer scientist or mathematician. So I am proud, Raman, to be associated to be as your elder brother. I'm also very happy to note that Professor Tembe, Balachandra Tembe, is here to inaugurate this facility, Srilagam Lifelong Learning Institute, and bless us. It would be our pleasure to dedicate this building by him in memory of our great professor, Harold L. Friedman, a theoretician and an experimentalist who was the guiding light for both of us. His devotion helped us to deviate a little bit and expand our vision to other education-related activities.
While I concentrated on both research and educating the whole spectrum of population, Professor Tembe made outstanding contributions in theoretical chemistry. He later expanded his vision into different aspects of education, such as concept maps, yogic sciences, educational technology, distance learning, and Indian language systems. Our mutual interest of plucking mangoes, Alfonso mangoes, from a Ratnagiri mango grove, nurtured by him, accompanied by our children and grandchildren, may be the only one of our unaccomplished dreams. I am so proud to welcome our dear friend of more than 45 years to do the honor of inaugurating this Sri Lagam Lifelong Learning Institute and bless us by dedicating this building to our late Professor Harold Friedman. I'm also proud to introduce his wife, Dr. Swati, who is also did her PhD from Stony Brook University. So Stony Brook University, which molded our lives, is well represented here. Please welcome Professor Tembe. ചെറുപ്പുവിൽ നിന്നും സമീപത്തു നിന്നും ഉള്ള പ്രിയ വിശിഷ്ട വ്യക്തികൾ, സുഹൃത്തുക്കൾ, എനിക്ക് ഒരുപ്പ് സന്തോഷം ഒപ്പം അഭിമാനവും ഉണ്ട് ഈ സുപ്രധാന സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ഇത്തൻ സദിശത്തിൽ. ഞാൻ ഈ അവസ്ഥയിൽ കൃഷ്ണനോടും കുടുംബത്തോടും നന്ദി പറയുന്നു. Nahi jnanena sadrusham pavitramiha vidyate. There is nothing more sacred than knowledge. This is an old saying, and it is indeed befitting that the Sri Lakam is dedicated to the memory of Professor Harold Friedman. His supervisor was a Nobel laureate. His postdoc supervisor was a Nobel laureate. And whenever they had questions, he would consult Professor Friedman. With intense interest in learning, he molded our careers so that he reached the highest state of knowledge in his field. Okay? So it is indeed a great privilege that this whole thing is dedicated to Professor Friedman. We now see these two beautiful buildings, graceful monuments, Sopanam and Sri Lakam. The construction may have taken 2 to 3 years, but the efforts and planning behind it has taken more than 15 to 20 years. Krishnan has breathed and thought about these institutes, and that effort is much more than climbing Mount Everest. Now, we all talk of 4 aspects of life, brahmacharya, grahastha, and so on. We all talk of sannyasa. Sannyasa doesn't mean you go to the forest, wear all the robes, and start doing that. Sannyasam really means kamyanam karmanam nyasam sannyasam iti viduhu. When you give up actions with desires, that is real sannyasa. So we don't need sannyasis who go to the forest and live. We need sannyasis who live in this world and contribute selfless to these activities. And I think that is really wonderful that he has set an example how sannyasis should behave. Because we don't need sannyasis who go to the forest. We need sannyasis who come in the world and contribute with no expectations. So when Krishnan was very young, he had only the Bhagavati temple to visit to. Now the youngsters in Charpu not only can visit the Bhagavati temple, they can visit Sopanam, they can visit Sri Lakam, they can combine divinity with knowledge and entertainment, and sometimes food also. So what more wonderful environment you can have in this vicinity. So many of us have gone for better opportunities abroad. But now that this facility is there, I hope one day will come when people from all over the world come to places like this to learn, and India reaches the stage of Vishwaguru, which we are all planning. We were a learning center for thousands of years. I hope that situation will come back when more Sopanams and more Sri Lakams will come, and it will be a really wonderful stage.
So thousands of years ago, people went to Gurukuls for learning, okay? And they would learn these 64 Vidyas, Vedangas, Kalas, and complete their education and come back. But nowadays, with the advent of technology, knowledge is changing so fast that what I learned a few months ago will be obsolete today. So we really need centers, not ashramas anymore. We need centers like Sri Lakam, centers like Sopanam, where people can come for lifelong learning. In fact, I felt that I didn't do anything before retirement. My real learning started little bit after retirement, and even now I feel I am starting. So all this, so therefore it's really indeed great. So I wish everyone takes great inspiration from him, and I thank Krishnan and family and all of you for this opportunity to come here and say a few words to you. Thank you all very much, and all the very best wishes. Thank you, sir. May I request Dr. Krishnan to felicitate Professor Tembe this occasion. We have a Ponnada that is being brought. Right at the outset, that effort that Tembe sir had taken to speak in a language, speak in a tongue that is not that comfortable and convenient for him. Those are simple examples of how he is constantly trying to push the boundaries and push the horizons. As sir had mentioned, we hope many more such Sobanams and Srilagams come and beckon people from around the world to come down to India and learn the arts and letters and culture of the land. And may we remind you that this is a friendship that goes back for 45 years. So these are moments that is cherishable for everybody here on stage. So thank you, sirs. Thank you. From mango plucking days to a day when an enterprise of this kind is being dedicated to the country, that graph itself is quite exciting. Thank you. And now it's time to listen to our honorable guests and their responses and observations. നാടിൻ്റെ നാടിത്തുടിപ്പ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് വേണം ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ. തൃശ്ശൂരിൻ്റെ നഗരപിതാവ്, ദി ഓണറബിൾ മേയർ തൃശ്ശൂർ കോർപ്പറേഷൻ, ശ്രീ M.K. വർഗീസ്. സർ, ഇഫ് യു കുഡ് ഫേവർ ദി ഓഡിയൻസ് വിത്ത് ആൻ അഡ്രസ്. ഇന്നത്തെ ഈ സൽക്കർമ്മം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യായ പ്രൊഫസർ ബാലചന്ദ്ര എംബെ PhD, പ്രൊഫസർ IIT ധാർവാഡ്, യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ CV കൃഷ്ണൻ നായർ, ദ മാനേജിംഗ് ട്രസ്റ്റി, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ VR പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി സുജിഷ കള്ളിയത്ത്, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി ധന്യ സുനിൽ, ഈ ഡിവിഷന്റെ മെമ്പർ, ശ്രീലകത്തിൻ്റെ ഭാവി ശ്രീ അജയ് കുമാർ ട്രസ്റ്റി, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ശ്രീലകം ലൈഫ് ലോങ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് സമർപ്പണം നടത്തുക. ഞാൻ ഏകദേശം ഒരു 6 മാസം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ വന്നത്. ഒരു 6 മാസം മുമ്പ് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് തോന്നിയത് ഒരു കാര്യമുണ്ട്. ജീവിതത്തിനകത്ത് പലരും സാമ്പത്തികമായ ഭദ്രത വന്നാൽ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആ സ്വഭാവം വളരെ കുറവാണ്. എനിക്ക് ശേഷം എൻ്റെ മക്കൾക്ക്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരാളെ സഹായിക്കാൻ തയ്യാറാവാത്ത ഒരു അന്തരീക്ഷം, സാമ്പത്തിക ഭദ്രതയുള്ളവർ നമ്മുടെ ചുറ്റും വളരെയധികം പേരുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്ന് കാണിക്കുന്ന സന്മനസ്സുള്ള അപൂർവം ചിലരിൽ ഒരാളാണ് നമ്മുടെ കൃഷ്ണൻ നായർജി. കാരണം അദ്ദേഹത്തിന് അറിയാം, ഞാൻ ജീവിച്ച് വളർന്ന്
വന്ന ആ സ്ഥലത്തിനകത്തുള്ളവർക്ക് എന്നെപ്പോലെ തന്നെ ഉയരങ്ങളിലേക്ക് ഉയരുന്നതിന് വേണ്ടി ഒരവസരമുണ്ടാക്കി. ചേർപ്പ് നിവാസികൾക്ക് അതൊരു വലിയ അനുഗ്രഹമായി മാറി. ലൈഫ് ലോങ് ലേണിംഗ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുകയാണ്. ഇപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ തൃശ്ശൂരും ഇതുപോലെ തന്നെ ഈ പാരീസിലുള്ള യുനെസ്കോന്റെ അംഗീകാരം ലഭിച്ച ഒരു ലേണിംഗ് സിറ്റി അല്ലെങ്കിൽ നോളജ് സിറ്റിയായി മാറിയിരിക്കുക തൃശ്ശൂർ. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഈ തൃശ്ശൂർ അത്ര മോശക്കാരായിട്ടുള്ള ആൾക്കാരല്ല തൃശ്ശൂരുള്ളവരൊക്കെ. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും എന്താ പോയി തൃശ്ശൂർ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പണ്ട് ശക്തൻ തമ്പുരാൻ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സ്വരാജ് റൗണ്ട്. ഇവിടെ വിദേശ യാത്രയ്ക്ക് പോയിട്ടുള്ള ആൾക്കാർ വളരെയധികം ഉണ്ടാവും. പക്ഷെ ഇതുപോലത്തെ ഒരു റൗണ്ട് ഈ ലോകത്തിലെവിടെ ഞാൻ തപ്പിയിട്ട് കണ്ടില്ല. സ്വരാജ് റൗണ്ടിനെ പോലെ 66 ഏക്കർ സ്ഥലം നടുക്കിൽ നിർത്തിക്കൊണ്ട് ഹൃദയഭാഗത്ത് പോകുന്ന ഒരു റൗണ്ട് ഇന്ന് ഒരു സ്ഥലത്തുമില്ല. അപ്പൊ തൃശ്ശൂരിന്റെ സ്പന്ദനം അതാണ്. അവിടെയാണ് വടക്കുനാഥ ക്ഷേത്രം നിലകൊള്ളുന്നത്. അപ്പോ തൃശ്ശൂരിന്റെ അന്നത്തെ 1921 കോർപ്പറേഷൻ വരുമ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ശക്തൻ തമ്പുരാൻ തീരുമാനമെടുത്തൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയതിൻ്റെ ഭാഗ്യപത്രമാണ് ഇന്ന് നമ്മളൊക്കെ കൊണ്ടു നടക്കുന്നത്. ഒരു ലേണിംഗ് സിറ്റിയായി തൃശ്ശൂരിനെ മാറ്റാൻ തന്നെ കാരണം ആ തുടക്കത്തിൻ്റെ. ഏറ്റവും കൂടുതൽ അക്കാദമികളുള്ള സ്ഥലം തൃശ്ശൂരാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും യോജിച്ച സ്ഥലം അല്ലെങ്കിൽ അതിനുള്ള അവസരമുള്ള സ്ഥലം തൃശ്ശൂരാണ്. യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം നമ്മുടെ തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന തൃശ്ശൂരിൽ ബാങ്കുകളുടെ ആസ്ഥാനമുള്ള സ്ഥലം തൃശ്ശൂർ. 4 ബാങ്ക് 5 ബാങ്കിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇനി വെൽത്തി സിറ്റി നമ്പർ 1 തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് നമ്പർ 40,000 കോടിയുടെ ആസ്തിയുള്ള സ്ഥലമാണ് തൃശ്ശൂർക്കാർ. നമ്മളൊക്കെ അതിൽ അഭിമാനിക്കുന്ന ആൾക്കാർ, നമുക്കൊക്കെ അഭിമാനിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലം, അതിനകത്ത് ചേർപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലവും ഉൾപ്പെടും. അപ്പൊ ആ നിവാസികൾക്ക് വേണ്ടി 3 വയസ്സ് മുതൽ 90 വയസ്സ് വരെ ലൈഫ് ലോങ് എഡ്യൂക്കേഷന് വേണ്ടി ഒരു സംരംഭം ഉണ്ടാക്കുക. അദ്ദേഹത്തിൻ്റെ കാലശേഷവും അത് നിലനിന്ന് പോകണം എന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം ആഗ്രഹമല്ല, ഈ പ്രദേശവാസികളുടെയും കൂടി ആഗ്രഹം. ആ ആഗ്രഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം എത്ര സാമ്പത്തികമായി ഇതിന് ചെലവഴിച്ചാലും ഇങ്ങനൊരു സംരംഭം ഉണ്ടാകണം. ആ ഒരു കാഴ്ചപ്പാട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം സബലീകരിക്കുകയാണ്. അപ്പൊ സബലീകരിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് വരുന്നത് ഇവിടേക്കാണ്. കാരണം ഞാൻ അന്ന് 6 മാസം മുമ്പ് ഇവിടെ വരുമ്പോൾ ഞാൻ അന്ന് കണ്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹവും അതുപോലെ തന്നെ അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവം, ഉണ്ടാവില്ല. അതിൽ വേറിട്ട ഒരു മനുഷ്യൻ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കർമ്മം ഞാൻ ചെയ്തു തീർക്കുമ്പോൾ മറ്റുള്ളവർക്ക് എടുത്തു പറയാവുന്ന ഒരു സംരംഭം കൂടി ഉണ്ടാകണം. അത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ പുതിയ ജനറേഷന് ഒരു മാതൃകാപരമായി അവർക്ക് ഗുണകരമായി പോകണം എന്ന് തോന്നുന്ന വിധത്തിൽ പ്രവർത്തിച്ച് അത് സബലീകരിക്കുന്ന ഇന്നേ ദിവസം എനിക്കും കൂടി അതിന് പങ്കുചേരാൻ സാധിച്ചതിൽ ഞാൻ പ്രത്യേകമായി നിങ്ങളെല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ നമ്മുടെ കൃഷ്ണേട്ടനെ എല്ലാവരും വിളിക്കുന്നത് കൃഷ്ണേട്ടെന്നാണ്, വായിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല. കൃഷ്ണേട്ടൻ്റെ ഈ മാതൃക മറ്റെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും കൂടി അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. And I request Krishnatan to present a memento to our Honorable Mayor as a thank you, as a gesture of gratitude. Let us have the memento brought. As the Honorable Mayor reiterated, Thrissur itself is a hub of artistic and cultural activities. Called as the cultural capital of Kerala, we hope such establishments will be hubs of cultural activity within the cultural capital. Thank you. ഇനി
എപ്പോഴും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. ദ വെരി പ്രോആക്റ്റീവ് പഞ്ചായത്ത് വാർഡ് മെമ്പർ മിസ് ധന്യ സുനിൽ. മാഡം, വി റിക്വസ്റ്റ് യു ടു പ്ലീസ് അഡ്രസ് ദി ഗാദറിംഗ്. എല്ലാവർക്കും നമസ്കാരം. ആരാധനയായ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ കൃഷ്ണേട്ടൻ, ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച പ്രൊഫസർ ബാലചന്ദ്ര തെമ്പെ, ആരാധനയായ മേയർ ശ്രീ MK വർഗീസ് അവറുകൾ, നമ്മുടെ പ്രിയപ്പെട്ട പത്മശ്രീ കുട്ടന്മാരാർ, ട്രസ്റ്റി ശ്രീ അജയകുമാർ, സ്വാഗതം ആശംസിച്ച ശ്രീ രാജീവ് മേനോൻ, സദസ്സിലിരിക്കുന്ന കൃഷ്ണേട്ടൻ്റെ വൈഫ് നളിനേച്ചി, കൃഷ്ണേട്ടൻ്റെ മക്കൾ, സദസ്സിലെ പ്രിയമുള്ളവരെ, ഇന്ന് വളരെ സന്തോഷകരമായ ദിവസം തന്നെയാണ്. നമ്മുടെ പഞ്ചായത്തിൽ, അതിലുപരി ഞാൻ പ്രതിനിധീകരിക്കുന്ന 19-ാം വാർഡിൽ വിദ്യാഭ്യാസ പഠന ഭാഷകൾക്ക് നിർണായക സ്വാധീന ഉണ്ടാകുന്ന ശ്രീലകം എന്ന മഹത്തായ സ്ഥാപനം ഇന്നിവിടെ നാടിന് സമർപ്പിക്കുകയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് വിനോദത്തിലൂടെ വിജ്ഞാനം എന്ന ഉദ്ദേശത്തോടെ നമ്മുടെ പ്രിയങ്കരനായ കൃഷ്ണേട്ടൻ നാടിന് സമർപ്പിച്ച സോപാനം എന്ന മഹത്തായ സ്ഥാപനം ജാതമത വ്യത്യാസമില്ലാതെ ആ ബാലവൃദ്ധ ജനങ്ങൾ ഏറ്റെടുത്ത പോലെ ശ്രീലകവും ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. സോപാനത്തിന്റെ തുടർച്ചയായി ശ്രീലകവും നമ്മുടെ നാടിന് സമ്മാനിച്ച കൃഷ്ണേട്ടനും നളിനേച്ചിക്കും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സന്തോഷത്തോടെ നന്ദി അറിയിക്കുകയാണ്. ശ്രീലകത്തിന് എല്ലാവിധ അഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Thank you for your kind words. And we request Professor C.V. Krishnan to present the memento. Honorable Mayor, we are thankful to you for your presence and for your words of encouragement. And thank you, ma'am. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വ്യക്തിയെയാണ് ലെക്ടേണിലേക്ക് ക്ഷണിക്കുന്നത്. വാദ്യകലയിൽ വിസ്മയം തീർക്കുന്ന, വാക്കുകൾക്ക് അതീതമായ ശ്രവ്യാനുഭവം നമുക്ക് സമ്മാനിക്കുന്ന വാദ്യകലയുടെ കുലപതി, ദി അൺക്രൗൺഡ് മൊണാർക്ക്, ദ വെർച്യുവോസോ ഹിംസെൽഫ്, പെരുവനം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ. കുട്ടേട്ട, സ്വാഗതം. സംസാരിക്കാനായി ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, പ്രിയപ്പെട്ട കൃഷ്ണേട്ടൻ, ശ്രീലകത്തിൻ്റെ സമർപ്പണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ രാമചന്ദ്ര ദബെ, നമ്മോട് സംസാരിച്ച തൃശ്ശൂരിൻ്റെ ആരാധ്യനായ മേയർ, വാർഡ് മെമ്പർ ധന്യ സുനിൽ, മിസ്സിസ് കൃഷ്ണൻ, നളിനി കൃഷ്ണൻ, വേദിയിലുള്ള ശ്രീലകത്തിൻ്റെ ട്രസ്റ്റി ശ്രീ അജയ്കുമാർ, ശ്രീ രാജീവ് മേനോൻ, കൃഷ്ണേട്ടൻ്റെ മകൻ, മകൾ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ നല്ലവരായ നാട്ടുകാരെ, കൃഷ്ണേട്ടൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ബന്ധുമിത്രാദികളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചേർപ്പ് ഗ്രാമം സൗഭാഗ്യത്തിൻ്റെ നിറവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൈവരിച്ച നിരവധി പ്രതിഭകൾ നമ്മുടെ നാട്ടിലുണ്ട്.
അവരാൽ നമ്മുടെ നാട് വളരെ പ്രശസ്തി നേടുന്നു. അതിൽ ഏറെ ശ്രദ്ധേയമായത് നേരത്തെ ഇവിടെ തുടക്കം മുതൽ വിവരിക്കുന്ന CV കൃഷ്ണൻ, നമ്മുടെ കൃഷ്ണേട്ടൻ മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തനായി നാടിന് വേണ്ടി ജീവിക്കുന്നു. അതാണ് കൃഷ്ണേട്ടൻ്റെ പ്രത്യേകത. അദ്ദേഹം വളർന്ന നാട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ജീവിതം മുഴുവൻ കഠിന പരിശ്രമത്തിലൂടെ നേടിയതെല്ലാം നാടിനും നാട്ടുകാർക്കും സമർപ്പിക്കുന്ന ഒരു സന്മനസ്സിന് നമ്മളെ എത്ര നമിച്ചാലും മതി വരില്ല. ഇതുപോലെ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ നാടിൻ്റെ സൗഭാഗ്യമാണ്. കിഷേറിന് തുല്യം ഞാൻ ഒരിക്കൽ നേരത്തെ CNN സ്കൂളിൽ വെച്ച് പറഞ്ഞതാണ്. കിഷേറിന് തുല്യം സാക്ഷാൽ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കൃഷ്ണന് തുല്യം കൃഷ്ണൻ. എന്ത് കാര്യവും വളരെ സന്തോഷത്തോടെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുമാറ് വിധം അത് ചിട്ടയോടെ രൂപപ്പെടുത്തി അത് നടപ്പാക്കി കാണിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി തീർക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ചിന്താശക്തിയും പ്രവർത്തന വൈഭവവും നമ്മൾ എത്ര പറഞ്ഞാലും മതി തരില്ല. കൃഷ്ണേട്ടൻ ചെയ്യുന്ന ഈ സൽക്കർമ്മത്തിന് നമ്മുടെ നാട് മുഴുവൻ കൃഷ്ണേട്ടനെ നമസ്കരിക്കുന്നു. നേരത്തെ സൂചിപ്പിക്കേണ്ടായി 13 കൊല്ലം മുമ്പ് സോപാനം ആരംഭിച്ചു. ഇന്ന് ശ്രീലകം നട തുറന്നു. നമ്മൾ സാധാരണ എല്ലാവരോടും ചോദിക്കും, സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്ന് ചോദിക്കും. എല്ലാവർക്കും ഇഷ്ടം സ്വർഗത്തിൽ പോകാനാണ്. സ്വർഗത്തിൽ പോണെങ്കിൽ എന്തെല്ലാം വേണം? സ്വർഗത്തിൽ പോണെങ്കിൽ എന്തെല്ലാം വേണം? നല്ലതെല്ലാം ചെയ്യണം, നന്മയുണ്ടാവണം, നല്ല മനസ്സുണ്ടാവണം, നല്ല പ്രവർത്തനം ഉണ്ടാവണം. അത് നാട്ടുകാർക്കായാലും സർവ്വജീവജാലങ്ങൾക്കായാലും ഉപകാരപ്രദമായ ജീവിത ത്യാഗം സഹിച്ച് ജീവിക്കുന്നവർക്കാണ് സ്വർഗത്തിൻ്റെ സോപാനം തുറക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചു കേട്ടിട്ടുണ്ട്. കൃഷ്ണേട്ടൻ അത് നമ്മളെ പ്രവർത്തിപ്പിച്ച് സ്വർഗത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം അതിൻ്റെ സോപാനപ്പടി തുറന്നു. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു വേദി. പാട്ട് പഠിക്കൂ, നൃത്തം ചെയ്യൂ, യോഗ ചെയ്യൂ എന്ന് വേണ്ട സമൂഹത്തിന് ആവശ്യമുള്ള കരാട്ടെ ആയാലും മറ്റ് ജനങ്ങളുടെ ഓരോ അഭിരുചിയും വളർത്തുന്നതിനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾക്കുള്ള സോപാനം കൃഷ്ണേട്ടൻ ആദ്യം തുറന്നു. സോപാനപ്പടി നമ്മൾ 13 പടി കയറി ഇപ്പോൾ ശ്രീലകത്തിൻ്റെ വാതിലെത്തിയിരിക്കുകയാണ്. ശ്രീലകം, ശ്രീ വാഴുന്ന ഇടം ശ്രീലകം. ഇവിടെ ഈ സോപാനത്തിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രീലകം നമുക്കായി കൃഷ്ണേട്ടൻ ഇന്ന് തുറന്നിരിക്കുകയാണ്, നാടിനായി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ശ്രീലകത്തിലുള്ള ജീവിതം കൂടി ആയാൽ നാം ഓരോരുത്തരും സ്വർഗത്തിലെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് ഈ സൽപ്രവൃത്തി ചെയ്ത കൃഷ്ണേട്ടനോടും കുടുംബത്തിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നാട്ടുകാരോട് ഉള്ള ഒരു അഭ്യർത്ഥന, സോപാനത്തിലൂടെ ശ്രീലകത്തിലൂടെ എല്ലാവരും സ്വർഗത്തിലെത്തൂ, അതിനായി നല്ല പ്രവർത്തനത്തിൽ പങ്കാളികളാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.
താങ്ക് യു കുട്ടേട്ട. സോപാനത്തിൻ്റെ പടികൾ, ശ്രീലകം എന്ന ഈ സംരംഭത്തിൻ്റെ പടികൾ സൽപ്രവൃത്തിയിലേക്ക് നയിക്കട്ടെ എന്ന് വളരെ കാവ്യാത്മകമായി ആശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. താങ്ക് യു സർ. And now we will take a quick peek into what Srilagam aims to attain. So this is going to be a short presentation on the future of Srilagam. And in order to take you on the journey, I have someone who dons multiple mantles. He's a management thinker, an art enthusiast, a mentor, a business advisor, an author, a TED Talk star, I should say. His video has crossed 1 million views on YouTube. He's the author of best-selling books. And of course, on the corporate side, he is the COO of Emircon. And on the art side, he is the founder and the chief curator of Sarvamangala Arts Initiative. കല, സാംസ്കാരിക, ചലച്ചിത്ര മേഖലയിൽ അർത്ഥവത്തായ ഇടപെടലുകൾ നടത്തുന്ന ഒരു ട്രസ്റ്റാണ്. പ്രത്യേകിച്ച് ഭാരതീയ കലകൾ പ്രചരിപ്പിക്കാനായി തുടങ്ങിയ ഒരു ഇനീഷ്യേറ്റീവാണ്. സോ ദിസ് ഇസ് ദി മൊമെന്റ് ദാറ്റ് ഐ ഇൻവൈറ്റ് ദി ആബ്സൊല്യൂട്ട്ലി enterprising, versatile Mr. Ajay Kumar to the lectern. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നമസ്കാരം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. The one who plants trees, knowing that he will never be able to sit in their shades, at least started to understand the meaning and purpose of life. കൃഷ്ണേട്ടനെ വളരെ ചുരുക്കിയ വാചകങ്ങളിൽ അവതരിപ്പിക്കുവാൻ ഞാൻ തിരഞ്ഞപ്പോൾ മഹാകവി ടാഗോറിൻ്റെ ഈ വാക്കുകളല്ലാതെ വേറെ ഒന്നും എൻ്റെ മുന്നിലേക്ക് വന്നില്ല. തൻ്റെ 70 വയസ്സിൽ സോപാനം എന്ന ഒരു സംരംഭത്തിന്, ഒരാശയത്തിന് രൂപം കൊടുത്ത് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഊർജവും സമ്പത്തുമെല്ലാം ചെലവഴിച്ച് സോപാനം അദ്ദേഹം ആരംഭിക്കുന്നു. ആത്മജ്ഞാനികളായ എന്നെപ്പോലുള്ള കുറേ ആളുകൾ, നാം എല്ലാവരും അതിനെ നെറ്റി ചുളിച്ചുകൊണ്ട് സംശയത്തോടെ കൂടെ നോക്കുന്നു. പിന്നീട് നമ്മളെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ, യുവാക്കൾ തന്നെ അത് ഏറ്റെടുക്കുന്നു, വലിയ വിജയമാകുന്നു. അതിനുശേഷം അദ്ദേഹം ശ്രീലകം എന്ന ആശയം പങ്കുവയ്ക്കുന്നു. അതും നമ്മളെല്ലാവരും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈവൻ ആ പേര് പോലും, ശ്രീലകം എന്ന പേര് ശ്രീലകം എന്ന് തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചപ്പോൾ ഞങ്ങൾ പലരും മറ്റു പല പേരുകളും പറഞ്ഞു നോക്കി. പക്ഷെ ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, സോപാനത്തിൽ നിന്നുള്ള അടുത്ത വഴി ശ്രീലകത്തിലേക്കല്ലാതെ മറ്റെവിടേക്കാണ്? അങ്ങനെ ഒരു വിഷണറി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ, കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന എന്ന് രാജീവ് പറഞ്ഞ പോലെ, വിഷണറി ആയിട്ടുള്ള ആൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കൂ. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചതിൽ അതിയായ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്യാൻ ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. നളിനി ചേച്ചി ആയാലും മിനി ആയാലും കൃഷ്ണ ആയാലും അവർക്ക് നമുക്കൊരു വലിയ കയ്യടി കൊടുക്കാം. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്ന് സോപാനമോ ശ്രീലകമോ ഒന്നും നമ്മുടെ നാടിന് ഉണ്ടാവുമായിരുന്നില്ല. ഇനി ശ്രീലകത്തിൻ്റെ ഭാവി, സോപാനത്തിൻ്റെ ഭാവി നമ്മൾ നാട്ടുകാർ തന്നെ നിശ്ചയിച്ച് അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ ഡിഫൈൻ ചെയ്ത് ഉണ്ടായ പോലെ ശ്രീലകത്തിനും ഒരു ഭാവി നമ്മൾ തന്നെ ആവണം അത് കൈവരിക്കാനായിട്ട്. കൃഷ്ണേട്ടൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിക്കണം. ഞാൻ ഇതിനെ ഒരു ഫ്യൂച്ചർ ഹബ് എന്ന് ചുരുക്കി പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം മറ്റുള്ള ട്രഡീഷണൽ ഫെസിലിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻസ് കൊണ്ടുവരാനായിട്ട് ഇവിടെ സാധിക്കണം. ഈ ശ്രീലകത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ
ഷിബുലാൽ ഫൗണ്ടേഷൻ അതിൻ്റെ സാരഥിയായ രാജീവ് ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്നിയായ മീര രാജീവാണ് ഷിബുലാൽ ഫൗണ്ടേഷൻ്റെ CEO. അവരുടെ ഒരു ക്യാമ്പ് ഇവിടെ ഒരാഴ്ച നടത്തുകയുണ്ടായി. അവർക്ക് വളരെ ഇംപ്രസീവായിട്ടുള്ള കുറേ ഫീഡ്ബാക്സാണ് അവർ നമുക്ക് തന്നത്. അപ്പോൾ ശ്രീലകത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ ശ്രീലകത്തിലെ 1-2 പരിപാടികൾ വളരെ വിജയകരമായി നടത്താൻ സാധിച്ചു. എല്ലാ ഫെസിലിറ്റീസും ഇവിടെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റീസാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ശ്രീലകത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കാം. അത് തികച്ചും ശോഭനമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, sir. The one who plants the trees, knowing that one wouldn't be around to enjoy the fruits of the tree. Krishnatan epitomizes the sentiment behind it. Thank you, sir. And now we will be releasing the autobiography of the trailblazer himself. In order to do the honors, I request Professor Tembe and Padma Shri Peruvan Kutanmara to please step forward. Tembe sir, we request you to present the autobiography to Kutetan and then officially release the autobiography of Professor Dr. C.V. Krishnan. The book is being brought. On the Wheels of Education, Serving USA and India. Let us have the book brought, please. जिन खोजा तिन पाया गहरे पानी पेट, मैं बपूरा बूढ़न डरा रहा किनारे पेट. The Kabirdas Doha that emphasizes how fortitude fetches fortune may aptly be quoted here. Someone who has converted all challenges into opportunities and converted them into ways that can help the society, that benefit the society at large. This is an eventful journey. So this is a momentous occasion. I'm sure the autobiography has got gems hidden in it, and we would all be curious to take a copy and read through. Thank you. And as was mentioned earlier, Krishnatan had the immense support of the family in his journey. We have with us his son, his daughter, his better half here on stage. And now I'd like to invite Mr. Jay Krishnan. Today, as I said, he is here in the official capacity, so I would call him as the trustee himself. Otherwise, he is the managing director at Synovus Bank in the structured lending division. He also resides in Comac, New York itself. He holds a master's in finance from Hofstra University, a BS in business from Stony Brook University, and has served in several other positions of prominence. Today, of course, we are here to listen to him as a delighted son, as a delighted trustee, ready to dedicate Sri Lagam to the public. Ladies and gentlemen, may I invite Mr. Jain Krishnan to the lectern, please. Well, this will be brief because I was told I'm speaking tomorrow, and my speech was going to be prepared tomorrow. But the thesis of what I would say is there are far too many people to thank for everything that's happened at Sopanam and at Sri Lagam in terms of construction, management, development, thinking about the programs that will occur in the future. I can't name names because I will feel that I will leave somebody out, but there are so many people to thank, and we are indebted to you for the support that you've provided. The next part of what I planned on talking about tomorrow
was just the tremendous generosity of both of my parents. Throughout our lives, my sister and I have seen that no member of our family has ever suffered for wanting food or needing health care or needing to have a place to live. My father did not make a lot of money, but we never starved. And when you're a child, you don't really appreciate that as much as you do when you're an adult, and then you see that it continues forever until the final moments. My father and mother, mostly my father, he does all of the talking and spending, but he's going to make sure that he'll continue giving to the community that he grew up in. But let's talk about my mother for one moment, because she is silently both supportive and also argumentative with how all of these programs have developed. But I think that she's provided good steering of the ship, and the results that we're going to see at Srilakam are extremely going to be benefiting from her work. I think also, because I'm going out of sequence, one other thing I'd like to mention is, even at a fine age that my father has achieved, each day he'll tell us with a great deal of pride that he's already walked 14 kilometers, he's finished 14 hours of work per day, and then he'll ask us, what's our plan for the day? And the response can't quite match what he's already achieving in each day. It's crazy, but entirely admirable. I don't even try to strive to do what you do. We just sit there and we're proud. We're very, very proud. And so I'll stop now, but in the US, what we've seen is there are billionaires that will donate a small portion of their wealth and to a university or to a hospital, and it's wonderful, and their name goes on the building, and there's a great deal of thanks, but it's kind of a one-time event. And here, my father, again, who did not make a great deal of money in each given year, but saved all of that wealth and has given it back into the community, where he wants to give the opportunity to the youth and adults that he never had, and my mother really never had. And so we look forward to seeing the fruits that will be born from all of those contributions and efforts. Thank you. It is really not about making a donation, but about making a difference, and that requires sustained efforts. Thank you, sir. And we do recognize that a mammoth enterprise of this kind requires a team effort. We've had the good fortune of associating with some fine talents and hard-working hands to bring this to fruition. So this is a moment that we acknowledge those who worked behind, who have put in laborious hours to bring our dream to reality. അപ്പോൾ അവർക്കൊരു നന്ദി സൂചകമായി ഓണവുമാണ്. അപ്പോൾ ഓണസമ്മാനം എന്ന നിലയ്ക്ക് ഒരു ചെറിയ സമ്മാനം നൽകണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. നൽകുന്നതിനായി കൃഷ്ണേട്ടനെയും ഒപ്പം we also request you, madam, we want the Shiva and Parvati together. So let's have both of you together to present a little something to the team. But before we invite the team, because this is Onam and we have our inaugurator here, this also we will do the inauguration with Professor Tembe himself. We request you to accept a little something from us right at the outset, sir. Let us have the goodies brought, please. This is our way of wishing you a happy Onam. We request Nalini ma'am also to join. Onam is that vibrant month of the year where we are all joyful, all colorful. We hope every day of every year at Srilakam is like Onam, with colors splashed across, with joy spreading across. Thank you, sir, for accepting. ഇനി വേദിയിലേക്ക് കുറച്ചുപേരെയൊക്കെ എനിക്ക് ക്ഷണിക്കാനുണ്ട്. എല്ലാവരും ആവേശത്തോടെ ഇന്ന് വൈകിട്ടത്തെ പരിപാടി കാണാനുള്ള ആഗ്രഹത്തിലാണെന്നറിയാം. സമയം ഒട്ടും വൈകിപ്പിക്കാതെ ഈ ഒരു ചടങ്ങിലേക്ക് കടക്കുന്നു.
നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരുന്നത് പ്രഹ്ലാദൻ സർ ആണ്. പ്രഹ്ലാദൻ സർ, if you are around, please come up onto the stage. And our architect is Mr. Ramesh Warrior. Architect Mr. Ramesh Warrior. Contractor Olivia and Mr. Shiju Mohan. Hello to you and please come. Maybe I just call out all the names so that you can be prepared to come up onto the stage. Mr. Anthony Injodikaran, Windows section loka assistant നൽകിയത് അദ്ദേഹമാണ്. Mr. Anthony Injodikaran, followed by Mr. P. Vijayan, our contractor. Mr. P. Vijayan. Just give me a hello if you are here. ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഹലോ തന്നോളൂ, so that I'll know that you are around. Yes. Shri V. Ravi, benefactor, and Shri C. Vijayan, also a benefactor. എല്ലാവരും ഒരേ മനസ്സോടെ ഈ സംരംഭം പൂർത്തിയാക്കണം എന്ന് നമ്മുടെ ഒപ്പം അസോസിയേറ്റ് ചെയ്തവരാണ്. ഇവരുടെ ഒക്കെ ഒരു പ്രയത്നമില്ലാതെ ഒരിക്കലും ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിക്കില്ല. Miss Seema Menon, our administrator, Sobanam admin. And Sri Muralidhara Kaimal. Sri Muralidhara Kaimal. Mr. Justin, welcome. Mr. Vijayan Kalath, fire contractor ആണ്. Mr. P. Rajan is our forest partner. Sri Ashtamurthy, Mundasheri admin. Mr. Verghese from the electrical department. It is with a heavy heart that we welcome the family of the late Narayanan Gutti sir. അദ്ദേഹം ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല, പക്ഷെ അദ്ദേഹത്തെ കുടുംബത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ കൺസൾട്ടൻറ്റ് എഞ്ചിനീയർ ആയിരുന്നു, ബട്ട് ഐ എം ഷുവർ ഹിസ് സൈലൻറ്റ് പ്രസൻസ് ഇസ് ഹിയർ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരണം. I believe we will get to meet them later. Thank you, sir. Thank you, ma'am. Shri P.M. Shankaran, we missed you earlier. Welcome, sir. Arumai udai tendru asavamai vendum perumai muyarchi tharum. An oft-quoted couplet, Tirukkural, talks about how one must not give up in weak, despondent hour because strenuous efforts will have prevailing power. They are all those souls who did not give up during challenging times and pulled through and strove through. And so this is our way of thanking them and also wishing them a happy Onam. ഇനി ഔപചാരികമായ ചടങ്ങുകൾക്ക് തിരശ്ശീല വീഴുന്നതിനായി ഒരുങ്ങുന്നു. നന്ദി പ്രകാശനമാണ് ഇനി ബാക്കിയുള്ളത്. ടു പ്രൊപ്പോസ് ദി വോട്ട് ഓഫ് താങ്ക്സ്, വി ഹാവ് സംവൺ ഹു ഇസ് വെരി proactive, who was formerly a ward member
and a meticulous organizer, may I invite a volunteer from Sri Lanka, Mr. M. Sujit Kumar, to take the lectern and propose the vote of thanks. എല്ലാവർക്കും നമസ്കാരം. സോപാനത്തിൻ്റെ പടികൾ കയറി ഇന്ന് ശ്രീലകത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ സമർപ്പണ ചടങ്ങിന് നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ ശ്രീലകത്തെ നമ്മുടെ നാടിന് സമർപ്പിച്ച നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ സ്വന്തം ഡോക്ടർ CV കൃഷ്ണൻ, നമ്മുടെ സ്വന്തം കൃഷ്ണേട്ടനെ ആദ്യമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ശ്രീലകത്തെ നാടിന് സമർപ്പിച്ച പ്രൊഫസർ ബാലചന്ദ്ര തെമ്പെ സാറിന് ഈ വേദിയിൽ നിന്നുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീലകത്തിൻ്റെയും സോപാനത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനമായ ശ്രീ രാജീവ് മേനോൻ അവർക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന മുഖ്യാതിഥി മേയർ ശ്രീ MK വർഗീസ് സാറിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീമതി ധന്യ സുനിൽ, ശ്രീലകത്തിൻ്റെ ട്രസ്റ്റിയായ അജയൻ സാർ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കൃഷ്ണേട്ടൻ്റെ മക്കൾ നളിൻ ചേച്ചി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ, മാധ്യമപ്രവർത്തകർ, ഈ ശ്രീലകത്തിൻ്റെ ഭാവിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഈ നാട്ടിലെ മുഴുവൻ നാട്ടുകാർക്കും എൻ്റെ പേരിലും ശ്രീലകത്തിൻ്റെ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you very much. Those were impassioned words of gratitude. Thank you, sir. The woods are lovely, dark and deep, but we have promises to keep and miles to go before we sleep. Together, let's walk forward. Let's enjoy and celebrate this journey. ഒരു പ്രാവശ്യം ഒരുമിച്ച് കൈയടിച്ചുകൊണ്ട് ശ്രീലകം എന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരാം. Because we want all of you to be actively part of all the facilities that we have arranged for you. So this is for us. So we hope this will be a paradigm shifting moment, a momentous evening that will have wonderful ripples in future. Thank you, ladies and gentlemen on stage. The night is still young. We have only started to celebrate. ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഇന്നത്തെ മ്യൂസിക്കൽ എക്സ്ട്രാവഗൻസയിലേക്ക് നമ്മൾ കടക്കാനായിട്ട് ഒരുങ്ങുന്നു. ഒരു ചെറിയ 20 മിനിറ്റിൻ്റെ ഒരു ബ്രേക്ക് എടുക്കാം എന്നതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താഴെ കാഫറ്റേറിയ ഫങ്ഷനിങ് ആണ്. മേ ബി യു ക്യാൻ ഗോ അറൗണ്ട്, ഹാവ് എ മഗ് ഓഫ് കോഫി ആൻഡ് ദെൻ യു ബി ബാക്ക് ബൈ 8:15. We would want you all to reassemble and be part of this enthralling musical journey that the iconic youth idol pianist Mr. Stephen Devasi will take you through. Enjoy this evening with us, ladies and gentlemen. Let's have a quick break and be back. Thank you.